ഇപ്പോൾ മുംബൈയിൽ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞ വാർത്തയുടെ വിശദാംശങ്ങൾ വരുന്നു. അവിടെ വൻ അഗ്നിബാധയുണ്ടായി. ഒരു 7 അംഗ കുടുംബം പൊള്ളലേറ്റ് മരിച്ചു. 3 കുട്ടികൾ ഉൾപ്പെടെ 7 പേര് ആണ് മരിച്ചിരിക്കുന്നത്. ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്നും ടെലിഫോണിൽ ചേരുന്നു. ശ്രീനാഥ്, വിശദാംശങ്ങൾ. ഇന്ന് പുലർച്ചെയാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടാവുന്നത്. ഏതാണ്ട് 5 മണിയോടെയാണ് മുംബൈയിലെ ചെമ്പൂരിലുള്ള സിദ്ധാർത്ഥ് കോളനിയിൽ ഈ വിധം ഒരു വലിയ അഗ്നിബാധ ഉണ്ടാവുന്നത്. ഇതൊരു 2 നില കെട്ടിടമാണ്. ഇതിന്റെ താഴത്തെ നിലയിൽ ഇലക്ട്രിക് സാധനങ്ങൾ വിൽക്കുന്ന ഒരു കടയുണ്ട്. അതിന് മുകൾ നിലയിലാണ് ആളുകൾ താമസിച്ചിരുന്നത്. ഈ സമയം ഇതായതുകൊണ്ട് ആളുകൾ ഉറങ്ങുന്ന സമയത്താണ് ഇങ്ങനെ ഒരു അഗ്നിബാധ ഉണ്ടായത്. ആളുകൾക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല എന്ന് വേണം ഇതിന്റെ ഒരു മരണസംഖ്യയൊക്കെ പരിശോധിക്കുമ്പോൾ, ഇതിന്റെ ഒരു വ്യാപ്തി പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. 3 കുട്ടികൾ ഈ മരിച്ചവരിലുണ്ട്. 7, 10, 15 വയസ്സുള്ള 3 കുട്ടികൾ കൂടിയുണ്ട്. എല്ലാവരെയും പരിക്കേറ്റ നിലയിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. പക്ഷേ മുംബൈയിലെ രാജേവാഡി ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും അവരെല്ലാം മരിച്ചിരുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. മറ്റു ചിലർക്ക് കൂടി പൊള്ളലേറ്റിട്ടുണ്ട് എന്ന വിവരമുണ്ട്. എത്ര പേർക്ക് പൊള്ളലേറ്റു എന്നതടക്കമുള്ള വിവരങ്ങൾ വരുന്നതേയുള്ളൂ. ഇതിനോടകം തീപിടുത്തം പൂർണ്ണമായി തന്നെ നിയന്ത്രിച്ചിട്ടുണ്ട്. തീ അണയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. തീപിടുത്തത്തിന്റെ കാരണങ്ങളെ കുറിച്ച് വ്യക്തമില്ല. ഷോർട്ട് സർക്യൂട്ട് ആയിരിക്കാം തീപിടുത്തത്തിന് കാരണം എന്നതാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. അതേക്കുറിച്ച് വിശദമായ അന്വേഷണം വരേണ്ടതുണ്ട്. ഏതായാലും അതിദാരുണമായ ഒരു സംഭവമാണ് പുലർച്ചെ മുംബൈ നഗരത്തെ ഞെട്ടിച്ചുകൊണ്ട് നടന്നിരിക്കുന്നത്. ഒരു കുടുംബത്തിലെ 7 പേർ അപ്പാടെ വെന്തു മരിച്ച ഒരു ദാരുണമായ സംഭവം. ഓക്കെ, വളരെ സങ്കടകരമായ വാർത്തയാണ് പ്രഭാതത്തിൽ മുംബൈയിൽ നിന്ന് വരുന്നത്.